ദേവി നാരായണ ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. ഭദ്രേ ഭഗവതി ചെമ്മരുതൻ കാട്ടിലെ ഭഗവതി എന്നെന്നും കൂട്ടാകണേ. മോദകപ്രിയനാം ഗണപതിയും അയ്യപ്പ സ്വാമിയും യക്ഷിയോടും നാഗർ കുടുംബവും ഭൂതത്താനും എന്നെന്നും കാവലായി കൂടെ വേണം. മോദകപ്രിയനാം ഗണപതിയും അയ്യപ്പ സ്വാമിയും യക്ഷിയോടും നാഗർ കുടുംബവും ഭൂതത്താനും എന്നെന്നും കാവലായി കൂടെ വേണം. അമ്മേ നാരായണ ദേവി നാരായണ ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. ഭദ്രേ ഭഗവതി ചെമ്മരുതൻ കാട്ടിലെ ഭഗവതി എന്നെന്നും കൂട്ടാകണേ. മകര പൊങ്കാല എന്നുള്ളി സങ്കൽപ്പ സങ്കടമാണെൻ്റെ ഭഗവതിയെ. അമ്മയൻ വേദന ചൊല്ലിപ്പറഞ്ഞിടാതറിയുമെൻ ശങ്കരി ദേവിയല്ലോ. മകര പൊങ്കാല എന്നുള്ളി സങ്കൽപ്പ സങ്കടമാണെൻ്റെ ഭഗവതിയെ. അമ്മയൻ വേദന ചൊല്ലിപ്പറഞ്ഞിടാതറിയുമെൻ ശങ്കരി ദേവിയല്ലോ. അമ്മേ നാരായണ ദേവി നാരായണ ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. ഭദ്രേ ഭഗവതി ചെമ്മരുതൻ കാട്ടിലെ ഭഗവതി എന്നെന്നും കൂട്ടാകണേ. മകര പൊങ്കാല തിളച്ചു മറിഞ്ഞപ്പോൾ മന്ദഹാസത്താൽ നിൻ വദനം കണ്ടു. അമ്മേ ഭഗവതി ശാന്തസ്വരൂപിണി പാറശാലേശ്വരൻ ധർമ്മിണിയേ. മകര പൊങ്കാല തിളച്ചു മറിഞ്ഞപ്പോൾ മന്ദഹാസത്താൽ നിൻ വദനം കണ്ടു. അമ്മേ ഭഗവതി ശാന്തസ്വരൂപിണി പാറശാലേശ്വരൻ ധർമ്മിണിയേ. അമ്മേ നാരായണ ദേവി നാരായണ ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. ഭദ്രേ ഭഗവതി ചെമ്മരുതൻ കാട്ടിലെ ഭഗവതി എന്നെന്നും കൂട്ടാകണേ. മരക്കാറ്റും ഇലഞ്ഞി മരനിഴലും ചെമ്പകപ്പൂഗന്ധമിഷ്ടമല്ലോ. അവൽ പൊരി പഴം പായസം പഞ്ചാമൃതം തിരളി നിവേദ്യവും ഇഷ്ടമല്ലോ. ആലമരക്കാറ്റും ഇലഞ്ഞി മരനിഴലും ചെമ്പകപ്പൂഗന്ധമിഷ്ടമല്ലോ.
അവൽ പൊരി പഴം പായസം പഞ്ചാമൃതം തിരളി നിവേദ്യവും ഇഷ്ടമല്ലോ. അമ്മേ നാരായണ ദേവി നാരായണ ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. ഭദ്രേ ഭഗവതി ചെമ്മരുതൻ കാട്ടിലെ ഭഗവതി എന്നെന്നും കൂട്ടാകണേ. ദീർഘസുമംഗലിമാർ പൂജ തന്നിറവിൽ ബാലികമാർക്കൊപ്പം വിളയാടിടും. ബാലികാരൂപത്തിൽ പരിപാലിനിയാകും ഭഗവതി അംബേ പാർവതിയേ. ദീർഘസുമംഗലിമാർ പൂജ തന്നിറവിൽ ബാലികമാർക്കൊപ്പം വിളയാടിടും. ബാലികാരൂപത്തിൽ പരിപാലിനിയാകും ഭഗവതി അംബേ പാർവതിയേ. അമ്മേ നാരായണ ദേവി നാരായണ ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. ഭദ്രേ ഭഗവതി ചെമ്മരുതൻ കാട്ടിലെ ഭഗവതി എന്നെന്നും കൂട്ടാകണേ. സഹസ്രനാമങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ ശാന്തിയേകണമേ തമ്പുരാട്ടി. എങ്ങനെ വാഴ്ത്തണം നിന്നുടെ രൂപത്തെ എന്നെനിക്കൊന്നു പറഞ്ഞു തരൂ. സഹസ്രനാമങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ ശാന്തിയേകണമേ തമ്പുരാട്ടി. എങ്ങനെ വാഴ്ത്തണം നിന്നുടെ രൂപത്തെ എന്നെനിക്കൊന്നു പറഞ്ഞു തരൂ. അമ്മേ നാരായണ ദേവി നാരായണ ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. ഭദ്രേ ഭഗവതി ചെമ്മരുതൻ കാട്ടിലെ ഭഗവതി എന്നെന്നും കൂട്ടാകണേ. അഗ്നിക്കിരീടമണിഞ്ഞവളേ തിലകവതി ദിവ്യരൂപിണിയേ. വൈരക്കൽ മുക്കുത്തി പുഞ്ചിരിയും ചെമ്മരുതൻ കാട്ടമ്മേ കൈതൊഴുന്നേ. അഗ്നിക്കിരീടമണിഞ്ഞവളേ തിലകവതി ദിവ്യരൂപിണിയേ. ഗജാനനം ഭൂതഗണാതിസേവിതം അവിത്തദം ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. നാൻമുഖാദിമുക്ഷിത്രയപൂജിതം നാരദാദിമുനിവൃന്ദസേവിതം. നമഃ 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 ശ്രീ മഹാഗണപതേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധം ഭവതു മേ സദാ. സരസ്വതീ നമസ്തുഭ്യം സർവദേവീ നമോ ശാന്തരൂപേ ശശിധരേ സർവയോഗേ നമോ നമോ. നിത്യാനന്ദേ നിരാധരേ നിഷ്കളങ്കേ നമോ നമോ. വിദ്യാധര വിശാലാക്ഷി ശുദ്ധജ്ഞാനേ നമോ. ശുദ്ധസ്ഫടികരൂപേ സൂക്ഷ്മരൂപേ നമോ നമോ. ശബ്ദബ്രഹ്മീ ചതുർഹസ്തേ
സർവസിദ്ധേ നമോ നമോ മുക്തകാല സർവാംഗ മൂലമന്ത്രേ നമോ നമോ മൂലമന്ത്രസ്വരൂപായ മൂലശക്തി നമോ നമോ മനോന്മണി മഹായോഗേ വാഗീശ്വരി നമോ വാഗ്മേ വരദഹസ്തേ വരദേ നമോ വേദയേ വേദരൂപേ വേദാന്തേ നമോ നമോ ഗുണദോഷ നിവർജന്യ ഗുണദീപ്തേ നമോ സർവജ്ഞാനേ സദാനന്ദേ സർവരൂപേ നമോ നമോ സമ്പന്നേ കുമാരജ്ഞ സർവജ്ഞരേ നമോ നമോ യോഗനാഥേ ഉമാദേവി യോഗാനന്ദ നമോ നമോ ദിവ്യജ്ഞാന ത്രിനേത്രേ ദിവ്യമൂർത്തേ നമോ നമോ അർദ്ധചന്ദ്ര ജടാധാരി ചന്ദ്രബിംബേ നമോ നമോ ചന്ദ്രാദിത്യ ജടാധാരി ചന്ദ്രബിംബേ നമോ അണരൂപേ മഹരൂപേ വിശ്വരൂപേ നമോ നമോ അണമാദിത്യ സൃഷ്ടേ ആനന്ദേ നമോ ജ്ഞാന വിജ്ഞാന സ്വരൂപായ ജ്ഞാനമൂർത്തേ നമോ നമോ നാനാശാസ്ത്രപാരായണായ ജ്ഞാനമൂർത്തേ നമോ പത്മദാ പത്മവംശജ പത്മനാരി നമോ പരമേഷ്ടേ പരമൂർത്തേ നമസ്തേ പാപനാശിനി മഹാദേവി മഹാകാളി മഹാലക്ഷ്മി നമോ നമോ മഹാദേവി മഹാകാളി മഹാലക്ഷ്മി നമോ നമോ മഹാദേവി മഹാകാളി മഹാലക്ഷ്മി നമോ ബ്രഹ്മവിഷ്ണു ശിവായ ബ്രഹ്മനാരി നമോ നമോ കമലാകാര പുഷ്പായ കാമരൂപേ നമോ നമോ കപാലി കർമ്മദീപ്തേ നമോ നമോ ദേവീ ശരണം. ശ്രീമതി ഗീതാ രാജേന്ദ്രൻ മേഡം കലാനിധി അവരുടെ ഈ ക്ഷേത്ര ഭരണ സമിതിയുടെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഭദ്രദീപത്തിൽ ഭദ്രദീപം തെളിയിക്കുമാറ് വിനയപുരസ്കാരം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഭദ്രദീപം തെളിയിച്ച ശ്രീമതി ഗീതാ രാജേന്ദ്രൻ കലാനിധി അവർക്ക് ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദികൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഈ മുഖ്യ ചടങ്ങിൽ അതിഥിയോടൊപ്പം എത്തിയിട്ടുള്ളവർ ശ്രീമാൻ എത്താൻ പോകുന്നു. ശ്രീമാൻ ജയശീലൻ അവർ, ശ്രീമാൻ മിസ സോമൻ അവർ, ശ്രീമാൻ രാജശേഖർ ബി അവർ, ശ്രീമാൻ രാജേശ്വരൻ സാർ അവർ, ശ്രീമാൻ രാമചന്ദ്രൻ രാം അവർ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ സാർ ചിത്രാൽ അവർ, അഡ്വക്കേറ്റ് സുരേഷ് പ്രകാശ് ജി ശിവസേന അവർ, അഡ്വക്കേറ്റ് ചിത്രാൽ രാജേഷ് ജി അവർ, ശ്രീമാൻ എൻ ബെന്നറ്റ് രാജ് അവർ, ശ്രീമാൻ ശ്രീ ദേവരാജ് അവർ, ശ്രീമാൻ തിരു ബിജു അവർ, ശ്രീമാൻ ശരവണദാസ് നാരായണ അവർ, ശ്രീമാൻ അശോക ഹോട്ടൽ, ശ്രീമാൻ എസ് സതീഷ് ചന്ദ്രകുമാർ മോഹൻ ചേട്ട് കുളിത്ര, ശ്രീമാൻ പി ഗോപകുമാർ കൽപ്പാലത്തടി ശ്രീ സഖ്യമൻ ക്ഷേത്രം കുളിത്ര, ശ്രീമാൻ ജി ശ്രീകുമാർ സാഗർ ഉടമ കുളിത്ര, ശ്രീമാൻ കെ രാജൻ KKM കല്യാണ മണ്ഡപം ഉടമ, ശ്രീമാൻ ബി ജയചന്ദ്രൻ SNDP, ശ്രീമാൻ ബി മണികണ്ഠൻ ഹിന്ദുസ്ഥാൻ SNDP കന്യാകുമാരി ജില്ലാ അധ്യക്ഷൻ, ശ്രീമാൻ എസ് മണികണ്ഠൻ SNDP, ശ്രീമാൻ ഡോക്ടർ പ്രശോഭ് മാധവൻ അസിസ്റ്റന്റ് പ്രൊഫസർ NVKS BEd കോളേജ് ആറ്റൂർ, ശ്രീമാൻ എസ് സതീഷ് ദേവസ്വം ബോർഡ് തൃപ്പരപ്പ് അദ്ദേഹമാണ് എല്ലാതെല്ലാമായ നമ്മുടെ രചയിതാവ്, ശ്രീമാൻ അനിൽകുമാർ, ശ്രീമാൻ കൂട്ടപ്പന മഹേഷ് ജി, ശ്രീമാൻ CS ശേഖർ എക്സ് പ്രസിഡന്റ് മരുതൻകോട് പഞ്ചായത്ത്, ശ്രീമാൻ ശ്രീ വടിവേൽ രാജ് അവർ, ശ്രീമാൻ ഗുണശീലൻ അവർ, ശ്രീമതി ജയന്തി ഡേവിഡ് അവർ, ഒഴിച്ചൻ ചെൽവൻ സാർ അവർ, ശ്രീമാൻ പത്മഗിരീഷ് അവർ, ശ്രീമാൻ എസ് മോഹൻ അവർ, ശ്രീമാൻ എസ് മധുരാനന്ദൻ നായർ NSS പ്രസിഡന്റ് കരയോഗം പ്രസിഡന്റ് കുലശേഖരൻ, ശ്രീമാൻ എസ് പത്മകുമാർ, ശ്രീമാൻ ഡി നാഗരാജൻ, ശ്രീമാൻ എസ് സജൻ SNDP, ശ്രീ എം രാജേഷ് BSF, കുളിത്ര ജയമോഹൻ സാർ അവർ, ടി ശ്രീകുമാർ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്, ശ്രീമാൻ രാജേഷ് പോറ്റി ക്ഷേത്രതന്ത്രി, ശ്രീമാൻ അശ്വിൻ പോറ്റി ക്ഷേത്രത്തിന്റെ മേൽശാന്തി, ടി അശോകൻ ആലയ നിർവാഹം അതായത് ആലയത്തിന്റെ ഒരു പ്രതിനിധി, എ ജാനകിരാമൻ ശ്രീ മഹാദേവ ലക്കി സെന്റർ ആൻഡ് ശ്രീ ബാബു കെ സജിൻ ക്ഷേത്ര ഭരണ സമിതി, SL സുജിൻ ക്ഷേത്ര ഭരണ സമിതി,
എ രജൻ ക്ഷേത്ര സമന്വയ സമിതി, എം നിജേഷ് ക്ഷേത്ര ഭരണസമിതി, ശ്രീ പാൽരാജ് ക്ഷേത്ര ഭരണസമിതി, എൻ കൃഷ്ണൻ ക്ഷേത്ര ഭരണസമിതി, ടി ശിവകുമുരുകൻ ക്ഷേത്ര ഭരണസമിതി, എ അജി ക്ഷേത്ര ഭരണസമിതി. ഒപ്പം ഇവിടെ മകൻ വ്യക്തികളായി എത്തിയിരിക്കുന്ന ആരെയെങ്കിലും പേര് குறிப்பிടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെയും ഒന്നടങ്കം സമയക്കുറവുണ്ട് ഞാൻ ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും നാട്ടുകാരുടെ പേരിലും എൻ്റെ പേരിലും വിനീതമായ കൂപ്പുകകളോടുകൂടി സുസ്വാഗതം ചെയ്ത് അവരെ ഈ വേദിയിലോട്ട് അമർന്നിരിക്കുന്നു. ഒന്നുകൂടെ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് ഇതിൻ്റെ കഥാനായകനായിരുന്ന തൃപ്പരപ്പ് ശ്രീ സതീഷ് സാർ അവനെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. നന്ദി. ദേവീശൻ. அனைவருக்கும் இனிய பொங்கல் நல்வாழ்த்துக்கள். தை பிறந்தால் வழி பிறக்கும் என்பது நம்மளுடைய முன்னோருடைய வாக்கு. இந்த தை மாதத்திலே பகவதி அம்மன் அருளோடு இந்த சன்னிதானத்தில் கூடுவதற்கு ஒரு வாய்ப்பினை வழங்கிய பகவதி அம்மையுடைய அந்த அருளுக்கு நிச்சயமாக அடிபணிகிறோம். இந்த இடத்தில் இன்றைய தினம் நான் நிற்க வேண்டும், இசையமைப்பாளர் சிவன் பாபா நான் நிற்க வேண்டும், பாடி அனில் பாஸ்கர் அவர்கள் வேண்டும், மற்றும் என்னுடைய முக்கிய கர்மத்தை நிர்வகிக்க திருமதி கீதா ராஜேந்திரன் அவர்கள் வேண்டும், என் மதிப்புக்குரிய அண்ணாச்சி ஜெயசீலன் அவர்கள் வேண்டும் என்பதெல்லாம் அன்னையுடைய தீர்மானம். ஆகையால் அந்த அன்னையுடைய தீர்மானமும் அன்னையுடைய கட்டளையும் ஏற்று நாங்கள் அடிபணிந்து இந்த விழா கமிட்டிக்கும் இந்த செயற்குழு உறுப்பினர்கள் அத்துணை பேருக்கும் ஒரு நன்றி சொல்லி மீண்டும் பேச எனக்கு ஒரு வாய்ப்பு வரும். எங்களுடைய அந்த ஆடியோ வெளியிட்ட பிறகு அப்போது நான் பேசுகிறேன். இப்போது இந்த நிகழ்ச்சியினுடைய முக்கிய விருந்தாளியாக அல்லை, முக்கிய விருந்தாளி என்பது எனக்கு அந்த வார்த்தையை விட இன்னும் வேற ஏதாவது ஒரு வார்த்தை கிடைத்தால் நன்றாக இருக்கும். நாங்கள் இந்த இடத்துல இன்றைய தினம் இந்த ஆடியோ கேசட் வெளியீட்டு விழாவிற்கு யாரை அழைக்கலாம் என்ற ஒரு சந்தேகத்தோடு இருந்த போது என்னுடைய நண்பர் திருவனந்தபுரம் கவி பிரதீப் திருப்பரப்பு அவர் வந்திருக்கின்றார். நான் நல்லா மேடைக்கு கூப்பிட்டேன், வரவில்லை, அங்கேயே உட்கார்ந்திருக்கின்றார். அவர் மூலமாக மேடம் அவர்களை அறிமுகம் செய்யக்கூடிய ஒரு பாக்கியம் எனக்கு கிடைத்தது. அதனால் தான் சொன்னேன் இது அனைத்தும் அம்மையுடைய அந்த நியோகம் என்று. அப்படிப்பட்ட ஒரு அற்புதமான சடங்கில் இன்னும் நிறைய சிறப்பு விருந்தினர்கள் வர இருக்கின்றார்கள். எம்ஆர் காந்தி அண்ணாச்சி வந்தா உடனே இந்த கேசட் வெளியிடலாம்னு நாங்க நினைக்கிறோம். அந்த தருணத்துல முக்கிய விருந்தாளிகள் கொஞ்சம் பேசுவாங்க. ഞാൻ എന്താണ് തമിഴില് ഞാൻ എന്താണ് ഇത്രയും തമിഴിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രയും എനിക്ക് മലയാളത്തിൽ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. മലയാളം അറിയാം, എല്ലാം ശരി തന്നെ. പക്ഷേ എനിക്ക് കൂടുതൽ അങ്ങോട്ട് എൻ്റെ വാക്കിൻ്റെ പ്രയോഗമെല്ലാം തമിഴാണ്. ഞാൻ പഠിച്ചത് തമിഴാണ്, ഞാൻ എഴുതുന്നത് തമിഴാണ്. ആ തമിഴിൽ എഴുതുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ആ മ്യൂസിക് ഡയറക്ടർ ശിവൻ ഭവനയ്ക്ക് അറിയാം. പക്ഷെ മലയാളത്തിൽ പാട്ട് എഴുതും. പക്ഷെ ആ മലയാളത്തിൽ പാട്ട് എഴുതി അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത് വോയിസ് മെസ്സേജിലാണ്. ആ ശിവൻ, ഞാനിത് എവിടെയാണ്, ഈ പാട്ട് എവിടെയാണ് എന്ന് പറയും. അത് ആ പാട്ട് എഴുതിയത് പോലും അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ തമിഴിലാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം അത്രത്തോളം അമ്മയുടെ അനുഗ്രഹപ്രകാരം എനിക്ക് വളരെ ആത്മതൃപ്തിയോടെ ഞാൻ പറയുകയാണ്. അപ്പൊ സമയത്തിന് മുമ്പിൽ ആ 2 കാസറ്റും പൂജയിൽ വെച്ചു, നിറവോടെ അവിടുന്ന് പൂജ ചെയ്തു.
ആ സുപ്രഭാതവും ആ 8 ഗാനങ്ങളും അടങ്ങിയ ആ പെൻഡ്രൈവ് ഇതാ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കാതുകളിൽ വന്നു ചേരുവാൻ വേണ്ടി. സുഹൃത്തുക്കളെ, முதல்ல ஒரு 2-3 பேர் பேசின உடனே அந்த ஓப்பனிங் சடங்கு நடைபெறும். இப்போ കലാനിധി മേഡം വിഷ്ണുദിതി ഒന്ന് ക്ഷണിക്കുകയാണ്. ഒരു 2 വാക്ക്, ഒരു ആശംസാ പ്രസംഗം നൽകിടാൻ വേണ്ടി, ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, കുഞ്ഞു പെങ്ങന്മാരെ, കലാനിധി കലാസാംസ്കാരിക സംഘടന, കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ 25ാം വാർഷികമാണ് 2025 ഫെബ്രുവരി 26-ന് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിൽ കലാനിധി ആഘോഷിക്കുന്നത്. സിനിമ, ഫിലിം, ടെലിവിഷൻ, മീഡിയ, ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾക്കും SBB, ONV, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരുടെ സ്മൃതി പുരസ്കാര ചടങ്ങാണ് അന്ന് വേദിയിൽ കലാനിധി നിർവഹിക്കുന്നത്. ചെമ്മരുതങ്കാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് എന്നെ ഈ മഹത് കർമ്മത്തിന് ക്ഷണിച്ചതിന് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും കലാനിധിയുടെ പേരിൽ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം അർപ്പിക്കുന്നു. കലാനിധി മെമ്പറും എൻ്റെ സഹോദരനും എൻ്റെ മകനും തുല്യനുമായ പ്രദീപ് തൃപ്പരപ്പാണ് എനിക്ക് ഈ വേദി, സതീഷ് തൃപ്പരപ്പിലൂടെ എനിക്ക് ഈ വേദി ഒരുക്കി തന്നത്. ഇതിൻ്റെ പിന്നണിയിൽ ഇതിൻ്റെ ഗാനം രചിച്ച സതീഷ് തൃപ്പരപ്പനും കലാനിധി മെമ്പറും കലാനിധിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിൽക്കുന്ന അനിൽ ഭാസ്കർ, സംഗീത സംവിധായകൻ, സിനിമ പിന്നണി ഗായകനുമായ അനിൽ ഭാസ്കർ, അതുപോലെ തന്നെ സ്വരസാഗർ, അജീഷ് മാഷ്, സുചിത്ര തുടങ്ങിയ ആലാപനം ചെയ്ത മഹത് വ്യക്തികൾക്കും ഇതിൻ്റെ സംഗീതം ചെയ്ത ശിവഭാവന എന്ന മാഷിനും രചന ചെയ്ത സതീഷ് തൃപ്പരപ്പനും കലാനിധി ഒരു സ്നേഹ സമ്മാനമായി 2025 ഫെബ്രുവരി 16-ാം തീയതി ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിൽ 100-ൽ പരം വിശിഷ്ട വ്യക്തികളുടെ മഹത് സാന്നിധ്യത്തിൽ മഹേശ്വരത്തപ്പൻ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നൽകി കലാനിധി ആദരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും തിരുസന്നിധിയിൽ വന്ന് ഞങ്ങളുടെ ഈ എളിയ ആദരവ് ഭക്തിപൂർവം സ്വീകരിക്കണമെന്ന് ഭഗവത് നാമത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മുൻ കാരണവരായിരുന്ന കേശവൻ നമ്പൂതിരി എൻ്റെ മുത്തപ്പനാണ്. അച്ഛൻ പ്രൊഫസർ മുഴിക്കുളം ചന്ദ്രശേഖരൻ പിള്ള സാറ് യൂണിവേഴ്സിറ്റി ഡീനായിരുന്നു, MA ആയിരുന്നു. അച്ഛൻ്റെ ഒരനുഗ്രഹമാകാം എനിക്ക് ഈ വേദി ഒരു നിറഞ്ഞ സദസ്സിൽ എനിക്കിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിച്ചത്. അതിനേക്കാളുപരി 26 വർഷമായി ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധിയിൽ 1998-ൽ മേൽശാന്തിയായിരുന്ന നാരായണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തിയായിരുന്ന കേശവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് കലാനിധിയുടെ ആദ്യ ദീപനാളം തെളിയുന്നത്. ആ ദീപനാളം കലാനിധി ഇന്നും അണയാതെ സൂക്ഷിക്കുന്നു. അതിൻ്റെ ഒരു ദേവിയുടെ അനുഗ്രഹമാകാം പാർവതി ദേവി ഈ ദേവി സന്നിധിയിൽ കലാനിധിയെ ക്ഷണിച്ചതെന്ന് ഭഗവാൻ നാമത്തിൽ ഞാൻ സ്മരിക്കുന്നു. 2.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ അവസരത്തിൽ കലാനിധി എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി ദേവി നാമത്തിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ചെമ്മരുതങ്കാട് ദേവീ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളോട്
കലാനിധിക്കൊരു അഭ്യർത്ഥനയുണ്ട്. 2025-26 വർഷത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വേദി കലാനിധിക്ക് തരികയാണെങ്കിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സിനിമ പിന്നണി ഗായകരുൾപ്പെടെ 50-ൽ പരം നൃത്ത സംഗീത ശില്പം ഈ വേദിയിൽ കലാനിധി സൗജന്യമായി നടത്തുവാൻ കലാനിധി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ സമ്മതത്തോടെ ഞാൻ ഈ വേദിയിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഈ മഹൽ വ്യക്തിയുടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ശരീരത്തിൽ പൊരിത്തെരിപ്പുണ്ടാവുന്നു. ഇത്രയും പ്രസിദ്ധി പെറ്റ ശ്രീമതി ഗീതാ രാജേന്ദ്രൻ അവർ ഈ സന്നിധിയിൽ എത്തുന്നത് സാക്ഷാൽ പാർവതി ദേവിയുടെ അനുഗ്രഹമാണെന്നും അവർ ഇതേ വേദി കലാനിധി ഒരു പൈസ പോലും വാങ്ങാതെ ഞങ്ങൾ സൗജന്യമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ദേവിയുടെ അകമഴിഞ്ഞ ഭക്തിയുടെ നിർഭരമായ അനുഗ്രഹമല്ലാതെ എന്നൊന്ന് പറയാണ്. അവർക്ക് ഈ വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തികളുടെ പേരിലും ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും നല്ലവരായ നാട്ടുകാരുടെ പേരിലും എൻ്റെ പേരിലും വിനീതമായ നമസ്കാരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വളരെ വളരെ നന്ദികൾ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല അടുത്ത വർഷം ശ്രീമാൻ ബെന്നറ്റ് സാറിനോടും ഭാരവാഹികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഈ വേദി അവർക്ക് ഈ അരങ്ങ് ഒരുക്കി കൊടുക്കണമെന്ന്, ഈ കലാനിധി അവർ ഈ സന്നിധിയിലെത്തി ഞങ്ങളെ എല്ലാവർക്കും അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് ഈ ചടങ്ങിന്റെ ഒരു പ്രധാന കർത്തവ്യം നമ്മുടെ ചിന്തയിൽ വന്ന ചെമ്മനങ്ങാട് ഭഗവതി അമ്മയെ കുറിച്ചുള്ള ചില വർണ്ണനകളും ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ അനുഭവങ്ങളെയും വളരെ കൂടുതൽ ശാസ്ത്രീയ പ്രയോഗങ്ങളൊന്നും ഉൾപ്പെടുത്താതെ എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിൽ അമ്മയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓടി കടന്നു വരുന്ന രീതിയിൽ അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായി എന്ന് ഞാൻ അവകാശപ്പെടാനില്ല, നിങ്ങളാണ് അതിൻ്റെ വിധികർത്താവ്. ആ ധന്യ മുഹൂർത്തത്തിലേക്ക് ഈ ആഡിയോ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ശ്രീമതി കലാനിധി മാനേജിംഗ് ട്രസ്റ്റി ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ അവരെ മുമ്പിലോട്ട് ക്ഷണിക്കുന്നു. ഈ കാസറ്റ് അമ്മയുടെ 8 ഗാനങ്ങൾ അടങ്ങിയതാണ്. അപ്പോ ഇത് ഏറ്റുവാങ്ങുന്നത് ശ്രീമാൻ എഞ്ചിനീയർ ആർ സജിത് കുമാർ ഹൈദരാബാദ് അവരുടെ അമ്മയാണ്, രമാമണി അമ്മയാണ്. ഈ ആഡിയോ CD കലാനിധി രാജേന്ദ്രൻ അവരുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്. അടുത്തത് ഈ ക്ഷേത്രത്തിലെ നിത്യം കേൾക്കുവാൻ വേണ്ടി ഒരു സുപ്രഭാതം തയ്യാറാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഞാനിപ്പോ ഇവിടെ ഒരു 10 നിമിഷം പ്ലേ ചെയ്യാൻ പോകുന്ന ആ കാസറ്റിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗാനത്തിന്റെയും ഗാനരചയിതാവിന്റെയും ഗാനങ്ങൾ പാടിയത് ആരാണ് എന്നുള്ള വിവരത്തിനെ കുറിച്ച്. സുപ്രഭാതം ഇതാ പ്രദക്ഷിണം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ അതേ അണ്ണാച്ചിനെ പറയുള്ളൂ, ജയശീലൻ അണ്ണാച്ചി. ഈ സുപ്രഭാതം എന്നുമെന്നും അമ്മയുടെ തിരുമുമ്പിൽ കേൾക്കുവാനുള്ള ഈ സുപ്രഭാതം, ചെമ്പരത്തക്കാട് അമ്മേ തപസുപ്രഭാതം എന്ന് വിളിക്കുന്ന ഈ സുപ്രഭാതം കാസറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നത് ശ്രീമാൻ ടി അശോകൻ കൈപ്പരിവിള അവരുടെ അമ്മയാണ്, ശ്രീമതി പങ്കജം അവർ.
ദേവീ ശരണം. ഈ ക്ഷേത്ര സന്നിധിയിലുള്ള ഈ വേദിയെ അലങ്കരിച്ചത് കലാനിധി മേളം ആണെങ്കിലും അതിനെ ഉത്സാഹപ്പെടുത്തുകയും നമുക്കെല്ലാം ദേവിയുടെ കീർത്തി യശസ് ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഈ ഗാനങ്ങൾ ആഹ്വാനം ചെയ്തത് ശ്രീമാൻ തൃപ്പറപ്പ് ശ്രീ സജീഷ് സാർ അവരാണെന്ന് സംശയമേയില്ല. കാരണം ഇതൊരു രഹസ്യമായിട്ടാണ് വച്ചിരുന്നത്. ഈ ഗാനത്തിന്റെ ആഹ്വാനം ചെയ്യുന്ന പരിപാടി ശ്രീമാൻ കൃഷ്ണരാജൻ അവர்களுം ശ്രീമാൻ എം നിജേഷ് അവர்களுം എന്നെ സമീപിക്കുകയുണ്ടായി, പറയുകയുണ്ടായി, നിങ്ങൾ ആരോടും ഇത് പറഞ്ഞു കളയല്ലേ. കാരണം ഞാൻ വാസ്തവത്തിൽ എൻ്റെ മനസ്സ് എന്തിരുന്നു കഴിഞ്ഞാലും ബോംബ് പൊട്ടിക്കുന്ന കാര്യമാണ്, ആർമി വേറെ എന്ത് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഇവർ രഹസ്യമായി ഈ രഹസ്യത്തെ സൂക്ഷിക്കണമെന്ന് പറയുകയും പലവർക്കും മനക്ലേശങ്ങളുണ്ടായിരിക്കാം, വിദ്വേഷങ്ങളുണ്ടായിരിക്കാം, എതിർപ്പുണ്ടാകാം, ക്രോധമുണ്ടാകാം, കോപമുണ്ടാകാം. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവതി നമ്മുടെ അമ്മ, നമ്മുടെ ചെമ്മരതങ്ങളുടെ ഭഗവതി അമ്മ കലാനിധിയെ പ്രസിദ്ധയായ ശ്രീമതി ഗീതാ രാജേന്ദ്രൻ അവരുടെ ആനയിക്കുകയും ചടങ്ങുകൾ നിർവഹിക്കുകയും ഒപ്പം സതീഷ് സാറും മറ്റു മഹൽ വ്യക്തികളും ഇവിടെ ഇരിപ്പുണ്ട്. അവരെ കൊണ്ട് എത്തിച്ചതെല്ലാം ഞങ്ങളല്ല, സാക്ഷാൽ പാർവതിയായ നമ്മുടെ ഭഗവതി അമ്മ തന്നെയാണ്, സംശയമേ ഇല്ല. മാത്രമല്ല, നോക്കൂ അത്ഭുതം, അടുത്ത വർഷം നടക്കുന്ന ഈ വേദി അല്ലെങ്കിൽ ഈ ചെമ്മരതങ്കാട് അരങ്ങ് സാക്ഷാത്കരിക്കുന്നത് കലാനിധിയുടെ കലാകാരന്മാരായിരിക്കുമെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. എല്ലാവരും കൈതട്ടുക. സസന്തോഷപൂർവ്വം ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നുണ്ട്. ട്രഷററും ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും ഭാരവാഹികളും മിടുക്കരായ സമർത്ഥരായ കുട്ടികളും എല്ലാവരും അംഗീകരിക്കുമെന്നത് സംശയമേ ഇല്ല. ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ വേദി നിങ്ങൾക്ക് അരങ്ങ് ഒരുക്കി തരും, തീർച്ച. ഇനി അനുമോദിക്കേണ്ട സമയമായി. വിശിഷ്ടാതിഥികൾക്ക് പല പല പ്രോഗ്രാമുകളുണ്ട്. ശ്രീമാൻ സാഗർ അവർ എന്നോട് പറയാം, അതായത് ശ്രീമാൻ കുഞ്ഞപ്പൻ നായരുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് പോകണമെന്ന് വെപ്രാളപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ അനുമോദിക്കാൻ സമയമില്ല. ആദ്യമായി ഓരോരുത്തരെയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന വേദിയിൽ എല്ലാവരും അനുമോദിക്കാൻ തരണമില്ലെങ്കിലും സമയമില്ലെങ്കിലും ആദ്യമായി നമ്മളെല്ലാവരെയും അനുമോദിക്കേണ്ടത്, നമ്മളെല്ലാവരും അംഗീകരിച്ച് ഈ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥി, മുഖ്യ അതിഥി, കലാനിധി പ്രസിദ്ധയായ ശ്രീമതി ഗീതാ രാജേന്ദ്രൻ അവർകളെ ശ്രീമാൻ ജയശീലൻ സാർ അവർ പൊന്നാട ചാർത്തുകയും ഞങ്ങളുടെ കൈവശം ഒരു ട്രോഫി ദേവിയുടെ ഓർമ്മയ്ക്ക്, നമ്മുടെ ഓർമ്മയ്ക്കല്ല ദേവിയുടെ ഓർമ്മയ്ക്ക് ഒരു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ അവർ ഏറ്റുവാങ്ങുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കലാനിധി അവർ. ശ്രീമാൻ ബെന്നറ്റ് സാർ അവർ അത് കൈമാറിയിട്ടുണ്ട്. അടുത്തതായി അനുമോദിക്കേണ്ടത് മ്യൂസിക് ഡയറക്ടർ ശ്രീമാൻ ശിവൻ ഭാവന അവർ. സംഗീത ലഹരിയിൽ അദ്ദേഹം മുഴുകിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിനെ അനുമോദിക്കേണ്ടത്, ആദരവോടെ അനുമോദിക്കേണ്ടത്, പ്രശംസിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അദ്ദേഹത്തിന് ശ്രീമാൻ ബെന്നറ്റ് രാജ് അവർ ഷാള് അണിയിച്ച് ട്രോഫി നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. അടുത്തത് അനുമോദിക്കേണ്ടത് വാസ്തവത്തിൽ ഗംഭീരമായി ഈ ഗാനങ്ങൾക്ക് ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തെ കാണുകയുണ്ടായി. മനസ്സാ വാചാ കർമ്മണത്തെ കണ്ടു, സജീഷ് സാറിനെ കണ്ടു. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ വേദിയിൽ അദ്ദേഹത്തെ ഇത്ര നല്ല പ്രശംസനീയമായ കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിച്ചു. ഇതിലെല്ലാത്തിനും ഉപരി ഞാൻ പറഞ്ഞു, സാർ നിങ്ങളുടെ മനസ്സിൽ രാത്രി ശ്രീ ഭഗവതി ഞങ്ങളുടെ അമ്മ എത്തും, ഇദ്ദേഹത്തിന് എന്ത് തോന്നുന്നുവോ അത് ചെയ്യുക. ശ്രീമാൻ കൃഷ്ണരാജന്റെയും ശ്രീമാൻ നിജേഷിന്റെയും മനസ്സിൽ തോന്നിയത് യുക്തികൾക്ക് ഞാൻ ചില, അതായത് കറിക്ക് മസാല ഇടുന്ന പോലെ ചെറിയ ചെറിയ വേലകൾ കാങ്ങി അദ്ദേഹത്തെ സമർപ്പിച്ചു. അദ്ദേഹം ഗംഭീരമായി, അതിമനോഹരമായി, സജീവമായി ഈ ഗാനങ്ങൾ കാലാകാലം ചെല്ലുന്ന വിധത്തിൽ അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേദി ഒരുക്കിയ അദ്ദേഹത്തിനെ വിനയപുരസ്കരം അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. ദേവി അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അടുത്തതായി അതായത് ശ്രീമാൻ അനിൽ ഭാസ്കർ അവർ സംഗീത ലഹരിയിൽ നമ്മളെ എല്ലാം നിമിഷങ്ങൾ പിടിച്ചു നിർത്തിയ ശ്രീമാൻ അനിൽ ഭാസ്കർ സാർ അവരുടെ അനുമോദിപ്പിക്കാൻ ഞാൻ ശ്രീമാൻ ബെന്നറ്റ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീമാൻ അനിൽ ഭാസ്കർ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ വേദിയിൽ എത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമാൻ ദേവരാജ് അവർ മുമ്പിലത്തെ വൈസ് പ്രസിഡന്റും ഈ വാർഡിന്റെ മെമ്പറുമായിരുന്ന ശ്രീമാൻ ദേവരാജ് അവർ അനുമോദിക്കുന്നു. അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ ഈ ട്രോഫി ഉണ്ട്. ഓർമ്മകൾക്കായി, ദേവിയുടെ ഓർമ്മകൾക്കായി അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി അനുമോദിക്കേണ്ടത് ശ്രീമാൻ അജീഷ്. സംഗീതം സരസ്വതിയുടെ നാവിൽ നിന്ന് വരുന്നത് പോലെ ഇങ്ങനെ പുരുഷനാണെങ്കിലും വളരെ തന്മയത്വമായി നമ്മുടെ ഭഗവതിയുടെ ഗാനങ്ങൾ ആലപിച്ചു. അദ്ദേഹത്തിന് ശ്രീമാൻ കുളുത്ര ജയമോഹൻ സാറും അവർ ആനയിക്കണമെന്ന്, അദ്ദേഹത്തെ അലങ്കരിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കുളുത്ര ജയമോഹൻ സാറിന്റെ മലയാളം കേൾക്കുന്ന ശൈലി വേണമെങ്കിൽ അറിയാവുന്നതാണ്. വളരെ ഉജ്ജ്വലമായ മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ ജയമോഹൻ സാർ അവർ. അദ്ദേഹം ഇവിടെ എത്തിക്കുന്ന അദ്ദേഹത്തിന് അനുമോദിക്കാം. അതിനുമുമ്പ് അനുവദിച്ച വളരെ നന്ദി. അടുത്തതായി ശ്രീമാൻ വടിവേൽ രാജ് സാർ അവർ, ഈ ക്ഷേത്രത്തിന്റെ നമ്മുടെ ഭാരവാഹികളായിട്ട് ബന്ധമുള്ള ആളും ഈ യൂണിയന്റെ BJP അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ യൂണിയൻ വൈസ് പ്രസിഡന്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അനുമതിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അദ്ദേഹം ഈ വേദിയിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അനുവദിക്കുന്നതിന് ശ്രീമാൻ കൃഷ്ണരാജൻ അവരെ ഞാൻ വിനയപുരസ്കാരം വേണ്ടിയുണ്ട്. അടുത്തതായി ശ്രീമാൻ വടിവേൽ സാർ അവർ. അടുത്തതായി അനുമോദിക്കേണ്ടത് പ്രഗത്ഭനായ BJPയുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീമാൻ പേര് പറയുക, എല്ലാവർക്കും അറിയാം, ജയശീലൻ സാറാണ്. അദ്ദേഹം ഒരു MD ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലോട്ട് സ്വീകരിക്കുന്നു. അനുമോദിക്കുവാൻ ശ്രീമാൻ ബെന്നറ്റ് സാറിനോടും ശ്രീമാൻ സതീഷ് സാറിന്റെ ഭയങ്കര സുഹൃത്താണ്, അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ആളായ അദ്ദേഹത്തെ അനുമോദിക്കണമെന്ന് ഷാളിട്ട് അനുമോദിക്കണം. ട്രോഫി ഞങ്ങൾ ഉണ്ടാക്കിയില്ല, ക്ഷമിക്കുക. അടുത്തതായി ഈ ക്ഷേത്രത്തിന്റെ സകല പരിപാടികൾക്കും സാഗർ ശ്രീകുമാർ കുഞ്ഞപ്പൻ നായർ അവർ, ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാണുന്ന മണ്ഡപം, ക്ഷേത്രത്തിന്റെ ബാക്കി കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തെ ക്ഷണിച്ചാൽ കൂടെ എത്തും. വളരെ ബിസിയായ മനുഷ്യനാണെങ്കിലും ഇന്ന് ഈ വേദിയിലെത്തിയ സാഗർ അവർക്ക് ട്രോഫി ഉണ്ട്. ട്രോഫി നൽകി അദ്ദേഹത്തെ ഷാളിട്ട് അനുമോദിക്കണമെന്ന് ഈ ക്ഷേത്രത്തിന്റെ ഖജാൻജി അവർ ശ്രീമാൻ ബെന്നറ്റ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീമാൻ സാഗർ, അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. സാഗർ അവർ, സാഗർ ശ്രീകുമാർ കുഞ്ഞപ്പൻ നായർ അവർ. അടുത്തതായി അഭിനന്ദിക്കേണ്ടത് ഈ വേദിയിലെത്തുന്ന മുൻ പ്രസിഡന്റ് മരുതങ്കോട് പഞ്ചായത്ത് ശ്രീമാൻ CS ശേഖർ സാർ അവർ. ഞങ്ങൾ ഞാനൊരു ക്ഷേത്രത്തിന്റെ മാത്രമല്ല, സ്കൂളിൽ കുറച്ചു കാലം പ്രിൻസിപ്പലായിരുന്നു. രാജ അക്കാഡമി അവിടെ ഇല്ല. അവിടെ വയ്ക്കുമ്പോഴും ഇദ്ദേഹത്തെ ക്ഷണിച്ച വേദിയിൽ തന്നെ എത്തുകയും യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് ചെയ്യുകയും ചെയ്യും. നല്ലൊരു സംഭാഷണം നടത്തുന്ന മുൻ പ്രസിഡന്റ്, അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് ആവാൻ ദേവി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം. എല്ലാവരും അദ്ദേഹത്തിന് കൈകെട്ടുക. അദ്ദേഹത്തെ അനുവദിക്കുന്ന ഷാൾ. സാറ് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. അതായത് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എനിക്ക്
ഇവിടുന്ന് പറഞ്ഞു തന്ന അറിവൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുകൊണ്ട് ഞങ്ങളുടെ ഓഡിയോ റിലീസിനെ കുറിച്ച്. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു കാര്യം വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ. 1 വർഷം കൊണ്ട് അറിയാം, പക്ഷെ നേരിൽ കണ്ടിട്ടില്ല. 1 വർഷം കൊണ്ട് എനിക്കറിയാം, പക്ഷെ ആരാണ് എന്നുള്ളത് നേരിൽ കണ്ടിട്ടില്ല. എന്നോട് ഒരു ആവശ്യം പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ ആ കർത്തവ്യത്തിന് വേണ്ടി അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൈനിൽ വരികയാണ്, സതീഷ് ഞാനാണ് കൊഴുത്തറയുന്നത്, നിങ്ങൾ പാട്ട് എഴുതുന്നില്ലേ? ആ ക്ഷേത്രം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്, അമ്മയാണ്, ഞങ്ങളുടെ അമ്മയാണ്. എനിക്ക് വളരെ ഒരു അത്ഭുതം തോന്നി. കാരണം ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ലൈനിൽ വരികയും ഈ കാര്യം പറയുകയും സത്യമായിട്ട് എനിക്കന്ന് കണ്ണു നിറഞ്ഞു. ഇതിൽ ഇന്ന് എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല. ഒരു വാക്ക് പോലും ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പോലും എനിക്ക് അവകാശപ്പെട്ടതല്ല. സാറ് പറഞ്ഞ പോലെ അമ്മയുടെ നിയോഗപ്രകാരം എന്ത് വേണമോ അതങ്ങ് തന്നിട്ടുണ്ട്. ഉപ്പിട്ടതും ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുത്തത് മാത്രമേ ഞാനും ശിവൻ ബാബനയും അജീഷും സ്വരസാഗറും ബാക്കിയുള്ളവരെല്ലാവരും. ഇതിൽ രുചിക്ക് വേണ്ടി ഉപ്പിട്ടത് അമ്മയാണ്. ആ അമ്മ നൽകിയ ആ ഉപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നെനിക്കൊരു പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. സാർ അപ്പോഴും പറഞ്ഞു എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു ഇതിന് ഞാൻ എന്ത് പറയണമെന്നറിയില്ല. അമ്മയുടെ ഒരു ദക്ഷിണയായിട്ട് ഞാൻ ഇതിനെ സ്വീകരിക്കുകയാണ്. നന്ദി സാർ, വളരെ നന്ദി. ഇത്രയും ഒരു നല്ല മനസ്സിന് നന്ദി. ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തില് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് അമ്മയ്ക്ക് നന്ദി. അത്രയേ ഉള്ളൂ. സംഗീത ലഹരിയുടെ നായകനായ തൃപ്പരപ്പ് ശ്രീ സജീഷ് സാർ അവറിനെ അഭിനന്ദിച്ച ശ്രീമാൻ ജി ശ്രീകുമാർ കുഞ്ഞപ്പൻ നായർ അവർക്ക് ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും വിശിഷ്ട അതിഥിയുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദികൾ, നിസീമമായ നന്ദികൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി അനുമതിക്കേണ്ടത് ഈ ക്ഷേത്ര സമിതിയിലെത്തിയ ശ്രീമാൻ എൻ്റെ സുഹൃത്തും ഇവരുടെ അറിയപ്പെടുന്നതുമായ എസ് സതീഷ് ചന്ദ്രകുമാർ സാറാണ്. സതീഷ് എന്നാണ് അദ്ദേഹത്തിനെ അറിയുന്നത്. അദ്ദേഹം ഈ വേദിയിലെത്തി യഥാസമയത്ത് എത്തുകയും അദ്ദേഹം നമുക്കെല്ലാവരും ഉന്മേഷഭരിതനായി വിളങ്ങുകയും ചെയ്തു. അദ്ദേഹത്തെ അനുമതിക്കാൻ ഒരു ഷാളിട്ട് അനുമതിക്കണമെന്ന് ശ്രീമാൻ ബെന്നറ്റ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീമാൻ സതീഷ് ചന്ദ്രകുമാർ. അതായത് ഞാൻ ഈ ഭാഗ്യവശാൽ സതീഷ് സാറിനിടെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രസിഡന്റായിരുന്ന മലതങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് BJPയുടെ പ്രമുഖ വ്യക്തിയുമായ CS ശേഖർ സാറിനെ അനുമോദിക്കാൻ താല്പര്യരായിരുന്ന ഇടയ്ക്കാണ് സതീഷ് സാർ തൃപ്പുറം സതീഷ് സാർ വന്ന് നമ്മുടെ ജ്യേഷ്ഠനുമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിനോട് ക്ഷമയാചിക്കുന്നു. ശ്രീ CS ശേഖർ സാർ വീണ്ടും വേദിയിലെത്തി മുന്നിലെത്തി ഈ ഷാൾ ഏറ്റുവാങ്ങണമെന്ന് വിനയപുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി അനുമോദിക്കേണ്ടത് കുഴിത്ര ജയമോഹൻ. അദ്ദേഹത്തെ അറിയപ്പെടാത്ത വ്യക്തികളെ ഇല്ല. സുഹൃത്താണ്, ഭയങ്കര പ്രഭാഷകനാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണം കേട്ടാൽ, അനൗൺസ്മെന്റ് കേട്ടാൽ നമ്മൾ കോരിത്തെരിക്കും. അദ്ദേഹത്തെ ഈ ക്ഷേത്ര സമിതി സ്വീകരിച്ച പ്രകാരം നിർബന്ധിതരാക്കിയായിരുന്നു. ഞാൻ സാറ് വന്ന് തന്നെ തീരണമെന്ന് രാവിലെ ഫോൺ ചെയ്യാം. അല്പം വൈകും, എന്നാലും ഈ വേദിയിലെത്തി നമ്മളെ അലങ്കരിച്ചു. അദ്ദേഹത്തിന് അനുമോദിക്കണമെന്ന് കടമയാണ്. അദ്ദേഹം ഈ ഷാൾ ഏറ്റുവാങ്ങുമെന്ന് വിനയപുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. ശ്രീമാൻ കുഴിത്ര ജയമോഹൻ സാർ അദ്ദേഹത്തെ അനുമോദിക്കാൻ ശ്രീമാൻ ശ്രീ ദേവരാജ് അവരോടും ശ്രീമാൻ ബെന്നറ്റ് സാറോടും രണ്ടുപേരും ചേർന്ന് അനുമോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അടുത്തതായി അനുമോദിക്കേണ്ടത് ശ്രീമാൻ എസ് മണികണ്ഠൻ SNDP, തമിഴിലെ മാവട്ട തലവർ SNDP. അദ്ദേഹത്തിന്റെ പ്രിന്റ് അടിക്കുന്ന സമയത്ത് കോട്ട വന്നു. കാരണം കോട്ട കിട്ടുന്നത് വളരെ മിടുക്കനാണ്. വളരെ നിർബന്ധിതമായ ചില കാര്യങ്ങൾ അങ്ങനെ അടിച്ച് സംഭാഷണം ചെയ്യും. നമുക്ക് കാണാം, വരുന്ന 20-ാം തീയതി അദ്ദേഹത്തിന്റെ പ്രഭാഷണം കാണും. അദ്ദേഹത്തിന് അനുമോദിക്കേണ്ട കടമയാണ്. മുന്നിൽ വന്ന് ഷാൾ സ്വീകരിക്കണമെന്ന് വിനയപുരസ്കരം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഷാൾ ഇടുവാൻ ശ്രീമാൻ ശ്രീ ദേവരാജ് സാറിനോടും ശ്രീമാൻ T. ബെന്നറ്റ് സാർ അവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീമാൻ എസ് മണികണ്ഠൻ. വിഷ്ണു സാർ അവരുടെ ഈ വേദിയിലോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടാണ് യൂട്യൂബ് ചാനൽ നമ്മുടെ സ്വർണ്ണത്താങ്കാട് ഭഗവതി അമ്മയുടെ പേരും പ്രശസ്തിയും ഒന്ന് നമുക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ അനുമോദിക്കുവാൻ ഈ വേദിയിൽ എത്തണമെന്നും അദ്ദേഹം ഞങ്ങൾ അറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിലും നോക്കുക, അദ്ദേഹത്തിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം ഇവിടെ എത്തി. ശ്രീ സജീഷ് കുമാർ തൃപ്പറമ്പ് സജീഷ് സാറിന്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ അഭ്യർത്ഥന മൂലം അദ്ദേഹം ഈ വേദിയിലെത്തി. അദ്ദേഹത്തെ അനുമതിക്കാൻ കടപ്പെട്ടവരാണ്. ശ്രീമാൻ വിഷ്ണു സാറിന് വളരെ വളരെ നന്ദി. അടുത്തതായി അനുമോദിക്കേണ്ടത് ശ്രീമാൻ ശ്രീ ദേവരാജ് അവർ. ശ്രീമാൻ ദേവരാജ് അവരുടെ പറയേണ്ടത്, ഇതാ കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ വെള്ളം ഒഴിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പൈസ പിരിക്കുക, റോഡ് വെട്ടുക, ഈ റോഡിനെ ഭംഗിയാക്കുക, വിളക്കിടുക, പട്ടാളമാരൊന്നും എന്നെ നിർബന്ധിക്കുക, എന്താ എല്ലാവരും വീട്ടിലും വിളക്കരുക. ഇത്തരത്തിൽ മാത്രമല്ല, പിന്നെ ഞാൻ വൈകുന്നേരത്തൊരു അത്ഭുതമായൊരു ഇതുണ്ടായി. ശ്രീമാൻ ശ്രീ ദേവരാജ് സാറിന്റെ കാര്യം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ സീക്രട്ടായി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാട്ടിൻ്റെ ഒരു രഹസ്യം. ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് കോരിത്തരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹം ആ പാട്ട് കേട്ട ശേഷം ചെമ്മരുതങ്കാട് ഭഗവതി എന്നുള്ള പേര് കേട്ടപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ പൊട്ടിക്കരഞ്ഞു. എനിക്കും സങ്കടം തോന്നി. കാരണം അദ്ദേഹം എനിക്ക് കോരിത്തരിക്കുന്നു. അദ്ദേഹം ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്ത് വെട്ടുകത്തിയും വെച്ച് ഉറങ്ങുമായിരുന്നു. രാത്രി ഞാനും ശ്രീ പത്മമാറും കൂടെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരു ദിവസം പോകുമ്പോൾ വാസ്തവത്തിലുള്ള സംഭവം, പാമ്പ് കയറിപ്പോകുന്നു. ഞങ്ങൾ വിളിച്ചില്ല. കാരണം പാമ്പ് തട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കൊത്തും. അദ്ദേഹം പറയുന്നതെന്നറിയാം, ഞാനൊരു യുവാവായിരുന്നു, വയസ്സായെങ്കിലും ഒരു വിമുക്ത ഭടനാണ്. എത്ര ധൈര്യം നോക്കണേ. എന്നെ ഈ പാമ്പൊന്നും പ്രശ്നം. ഇനിയും വേദിയിലെത്തേണ്ട മകൾ വ്യക്തികളുണ്ടായിരുന്നു, ആരും വരുന്നില്ല, വന്നിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വേദിയിൽ ക്ഷണിക്കേണ്ട കടമയുണ്ടായാലും അവർ വന്നു. അവർ കുഞ്ഞുങ്ങൾക്ക് പിഞ്ചുമേങ്ങൾ ഇപ്പൊ യുവതികളായി നമ്മുടെ പിള്ളേരുണ്ട്, കൂടെയുള്ള ശാലി അവരൊക്കെ ഉണ്ട് കുട്ടികളാണ്. എന്നാലും ഇവരാണ് നമുക്ക് വഴികാട്ടി. കമലാ നടരാജനാണ് ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ അധ്യാപിക. അവരനുമോദിക്കാൻ ഞാൻ ശ്രീ ബെന്നറ്റ് സാർ അവരോട് അഭ്യർത്ഥിക്കുന്നു. അത് ഏറ്റുവാങ്ങണമെന്ന് ശ്രീ കമലാ നടരാജൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുവാൻ ശ്രീമാൻ കൃഷ്ണരാജൻ അവരെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആ ഇടയ്ക്ക് സാർ ശ്രമിക്കണം, ശ്രീമാൻ ജയശീലൻ സാറിനെ നമ്മുടെ സജീഷ് സാർ ക്ഷണിച്ചിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കുവാൻ. അദ്ദേഹം സംസാരിക്കണമെന്ന് നിർബന്ധനാകുന്നു. உண்மையிலேயே மிக சிறப்பான ஒரு நாளாக இன்றைய நாள் இருந்து கொண்டிருக்கிறது. காரணம், எனக்கு இந்த தேவியுடைய நம்முடைய ஆலயத்தினுடைய பழைய கோயிலும் தெரியும், இப்போ அதனுடைய பல்வேறு பரிணாம வளர்ச்சிகள் முழுக்க முழுக்க மிகப்பெரிய தியாகத்தின் அடிப்படையில் உருவாக்கப்பட்ட அந்த ஆலயம் இன்றைக்கு மிகப்பெரிய ஒரு ஹைலைட்டாக நம்முடைய சதீஷ்குமார்ஜி அவங்க குமரி மாவட்டம் மட்டுமில்லாமல் கேரளாவில் எல்லா இடங்களிலும் தெரியும். பொதுவாக ஒரு விஷயம் என்னன்னா, ஒரு விஷயத்தில் தன்னை முழுவதுமாக அர்ப்பணித்து கொண்டு செயலாற்றும் போது எப்படி பூமியில் சாதாரணமாக சொல்லும், பூமியில கிணறு தோண்டி நம்ம தண்ணி எடுப்போம். நம்முடைய திருப்பரப்பு சதீஷ்குமார்ஜியை பொறுத்தவரையில் மிகப்பெரிய ஒரு பொக்கிஷம், உண்மையிலேயே ஒரு மிகப்பெரிய ஒரு பொக்கிஷம்.
எல்லாம் நன்கு அறிந்து ஆய்ந்து இதற்காகவே அவர் பிறந்து இதற்காகவே உழைத்துக் கொண்டிருக்கிறார். அப்படி இருக்கும்போது பல விஷயங்களை கிரகித்து உள்வாங்கி அதை வெளிக்கொணரக்கூடிய மிகப்பெரிய ஒரு ஆற்றல் எல்லாம் வல்ல அந்த அன்னையினுடைய சரஸ்வதி தேவியினுடைய அருள் கடாட்சத்தால் தான் கிடைத்திருக்கிறது. மாற்று கருத்து கிடையாது. 100% உண்மை இது. இந்த பாட்டினுடைய அந்த ஒரு வரி அந்த கேட்டாலே நமக்கு தெரியுது. இன்றைக்கு செம்மருதங்காடு ஆலயம், பகவதி அம்மனுடைய ஆலயம், ஒரு குறிப்பிட்ட அளவில் இருந்து கொண்டிருந்த ஆலயம் இன்றைக்கு உலக அளவில் பிரதிஷ்டை பெறக்கூடிய அளவு ஒரு வாய்ப்பை நம்முடைய ஆலய நிர்வாகிகள் அருமைக்குரிய பெரியவர் ஐயா சதீஷ்குமார் ஜியோட இணைந்து மிகப்பெரிய ஒரு முன்னெடுப்பு. நீங்க அது சாதாரணமா நினைப்பீர்கள், ஏதோ ஒரு கேசட் வெளியீடு அப்படின்னு. கிடையவே கிடையாது. இதனுடைய பாட்டினுடைய தாக்கம் முழுக்க முழுக்க தமிழ்நாடு, கேரளா அத்தனையும் இருக்கக்கூடிய அளவுக்கு உண்டான அளவிற்கு அந்த பாட்டு அமைந்திருக்கின்றது. மாற்று கருத்து கிடையாது. இதற்கு உழைத்த உங்கள் அத்தனை பேரையும் வணங்குகின்றேன், வாழ்த்துகின்றேன். அருமைக்குரிய எல்லாரும் எங்க சகோதரர் கிருஷ்ணனை பற்றி சொன்னாங்க. முன்னாடியே தொடர்பு கொள்வாங்க அடிக்கடி. இந்த ஆலயத்தில் மண்டபம் வேலை நடந்துட்டு இருக்கு இப்படி அப்படின்னு மெதுவா பாவம் போல பேசுவாங்க. காந்தியானத்திய போல அந்த அவருடைய இது தேவராஜ் சாரு, பெனட் சிங், நம்ம வைஸ் பிரசிடென்ட் பெனட் ராஜாரு, இவர் CS சேகர் இருக்காங்க, வடிவேல்ராஜ், இப்படி எல்லாரும் சதீஷ் சாரு, எல்லாரும் நம்ம தெரிஞ்சவங்க. இந்த ஆலயத்துடைய வளர்ச்சிக்காக உங்களுடைய பங்களிப்பு எப்படி இருக்கிறது அதே போல முழுக்க முழுக்க எங்களால் இயன்ற அளவு நிச்சயமாக உழைப்போம். இன்றைக்கு இந்த வருகிறதை சிறப்பித்துக் கொண்டிருக்கிற பாடல்கள், அந்த மியூசிக் போட்டவங்க அம்மா வந்திருக்காங்க, கலாநிதி சொல்லக்கூடிய அந்த மிகப்பெரிய அமைப்பினுடைய பொறுப்பாளர் வந்திருக்காங்க. எல்லோருடைய பாதங்களை வணங்கி உண்மையிலேயே உங்களுடைய இந்த முயற்சிக்கு இன்றைக்கு உங்களை பொறுத்தவரை நிச்சயமாக இன்றைக்கு ஒரு குழந்தை பிறந்தது போல இருக்கும். ஒரு பாட்டு என்பது அது வெளியிடும் போது அதற்கு கிடைக்கக்கூடிய அந்த வெகுமதி உங்களுடைய ஒரு குழந்தையை கஷ்டப்பட்டு பெற்றெடுத்து அந்த முகத்தை பார்க்கும்போது எப்படி அம்மா உணர்வாரோ அதே போல்தான் இன்றைக்கு நிச்சயமாக அந்த குழந்தை அழகாக இருக்கின்றது. மிகப்பெரிய அளவில் உங்கள் அத்தனை பேருக்கு பேர் வாங்கி தரக்கூடிய அளவிற்கு நிச்சயமாக இருக்கும் என்பதை தெரிவித்துக் கொண்டு, எல்லாவற்றுக்கும் மேலாக இந்த பகவதி அம்மனுடைய அருள் உங்கள் அத்தனை பேருக்கும் மீது இருக்க வேண்டும். சதீஷ் சாரு, நீங்க இந்த பாடக அந்த குழுமங்கள் உயர்ந்த லட்சியத்தை அடைய வேண்டும் என்று பிரார்த்தித்துக் கொண்டு அமைகின்றேன். நன்றி, வணக்கம். செம்மருதங்காடு காவிலம்ம பகவதியே, அகிலம் போற்றும் அம்பிகையே சரணமம்மா. செம்மருதங்காடு காவிலம்ம பகவதியே, அகிலம் போற்றும் அம்பிகையே சரணமம்மா. உலகெல்லாம் காப்பவளே செம்மருதங்காடு பகவதியே, தாயுமான தேவி எங்கள் குலநாயகி உன் புகழ் பாடுகிறோ. உலகெல்லாம் காப்பவளே செம்மருதங்காடு பகவதியே, தாயுமான தேவி எங்கள் குலநாயகி உன் புகழ் பாடுகிறோ. உனக்கு தை மாசம் பொங்கலம்மா, ஊரெல்லாம் கூடுதம்மா. நீ பொங்க வச்சோ, பூச வச்சோ, உன் பேரே சொல்ல வச்சோ. உனக்கு தை மாசம் பொங்கலம்மா, ஊரெல்லாம் கூடுதம்மா. நீ பொங்க வச்சோ, பூச வச்சோ, உன் பேரே சொல்ல வச்சோ. செம்மருதங்காடு காவிலம்ம பகவதியே, அகிலம் போற்றும் அம்பிகையே சரணமம்மா. செம்மருதங்காடு காவிலம்ம பகவதியே, அகிலம் போற்றும் அம்பிகையே சரணமம்மா. பட்டழகி பூவழகி செந்தூர பொட்டழகி மூக்குத்தி கல்லழகி சுந்தரிய சங்கரியே. பட்டழகி பூவழகி செந்தூர பொட்டழகி மூக்குத்தி கல்லழகி சுந்தரிய சங்கரியே. தை மாசம் பொங்கலம்மா, தாயே ஊரெல்லாமா கோலமா. அடியான மேல ஊர்வலமா, ஊரெல்லாம் தேர்போலமா. உலகெல்லாம் காப்பவளே செம்மருதங்காடு பகவதியே, தாயுமான தேவி
மின்னுதம்மா சின்ன சின்ன கண்ணழகி சிங்கார சிரிப்பழகி சந்தனத்தால் முகமோ தங்கம் போலே மின்னுதம்மா தை மாசம் பொங்கலம்மா ஊரெல்லாம் கூடுதம்மா நீ பொங்க வச்சோ பூச வச்சோ உன் பேரே சொல்ல வச்சோ செம்மருதங்காடு காவிலம்மா பகவதியே அகிலம் போற்றும் அம்பிகையே சரணமம்மா செம்மருதங்காடு காவிலம்மா பகவதியே அகிலம் போற்றும் அம்பிகையே சரணமம்மா காவலாக நாகருண்டு தேவருண்டு என்ன வரம் கேட்டாலும் தந்தருள் அண்ணியும் இட்டுதிக்கம் காவலாக நாகருண்டு தேவருண்டு என்ன வரம் கேட்டாலும் தந்தருள் அண்ணியும் தை மாசம் பொங்கலம்மா தாயே ஊரெல்லாமா கோலமா அடியான மேல ஊர்வலமா ஊரெல்லாம் கேட்போலாமா செம்மருதங்காடு காவிலம்மா பகவதியே அகிலம் போற்றும் அம்பிகையே சரணமம்மா செம்மருதங்காடு காவிலம்மா பகவதியே அகிலம் போற்றும் அம்பிகையே சரணமம்மா வேல்விழியாலோங்காரியே ஆதிசக்தி சிங்காரியே ஏழுமேவும் காவில் வாழும் எல்லை காக்கும் சக்தி அம்மா வேல்விழியாலோங்காரியே ஈஸ்வரியே செம்மருதங்காடு கோவில் கொண்ட பகவதி அம்மா அம்பிகையே ஈஸ்வரியே அம்பிகையே ஈஸ்வரியே அம்பிகையே ஈஸ்வரியே செம்மருதங்காடு கோவில் கொண்ட பகவதி அம்மா ஸ்ரீதேவியே பாலாம்பிகையே தேவியே பாலாம்பிகையே ஒரு பார்வையாலே பகை விரட்டும் பவானி அம்மா ஒரு பார்வையாலே பகை விரட்டும் பவானி அம்மா அம்பிகையே ஈஸ்வரியே செம்மருதங்காடு கோயில் கொண்ட பகவதி அம்மா செம்மருதங்காடு கோயில் கொண்ட பகவதி அம்மா செம்மருதங்காடு கோயில் கொண்ட பகவதி அம்மா கோயில் கடந்தோம் செம்மருதங்காடு கோயில் கொண்ட பகவதி அம்மா செம்மருதங்காடு கோயில் கொண்ட பகவதி அம்மா எங்கள் குலம் காப்பவளே கருணை கடலே இங்க எங்கள் குறை தீர்ப்பவளே பாலாம்பிகையே எங்கள் குலம் காப்பவளே கருணை கடலே இங்க எங்கள் குறை தீர்ப்பவளே பாலாம்பிகையே செய்யும் செயல் யாவிலும் நீ நிறைந்தாயம்மா செம்மையான வாழ்வெளிப்பாய் புவனேஸ்வரியே செம்மருதங்காடு கோயில் கொண்ட பகவதி அம்மா செம்மருதங்காடு கோயில் கொண்ட பகவதி அம்மா